സീരിയലുകളിലൊക്കെ സ്വതന്ത്രമായിട്ട് ഇറങ്ങുന്ന അഭിപ്രായം പറയുന്നതിൽ ഈ പ്രതിപക്ഷത്തിന് അങ്ങനെ അസ്വസ്ഥത ഒന്നുണ്ട്. അല്ല, ഞങ്ങൾ പല സീരിയലും ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സീരിയൽ ഇന്ന് കെ സി വേണുപോലെ പറഞ്ഞു. അദ്ദേഹം 10 മണി 10:30 കഴിഞ്ഞിട്ടല്ലേ സീരിയലിന്റെ പേരെന്താ, ഒരു സീരിയൽ കാണുമായിരുന്നു. ഇപ്പൊ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക, പോറ്റിയെ കയറ്റിയ പോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മണിശങ്കറും സർക്കാരിന്റെ PR ഏജന്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞങ്ങളുടെ പാർട്ടി ഇല്ലാത്ത ആളാണ് മണിശങ്കർ അയ്യർ. കോൺഗ്രസിന്റെ ഒരു കാര്യത്തിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ബന്ധപ്പെടാറില്ല, ഇടപെടാറില്ല. ഞങ്ങളുടെ ദേശീയ വക്താവ് പവൻ ഖേര തന്നെ വ്യക്തമായി പറഞ്ഞു അയാൾക്ക് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ PR ഏജൻസിയെ കുറിച്ചൊക്കെ നിങ്ങൾ വിമർശിക്കുകയും സർക്കാർ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസവും അതിന്റെ കമ്മിറ്റിയിൽ ചേർന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ദേശീയ നേതാവ് പിണറായി വീണ്ടും തുടരുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഞങ്ങളുടെ ദേശീയ നേതാവ് അല്ല സുഹൃത്തെ, അയാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല. അപ്പൊ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സർക്കാരിന് മംഗളപത്രം എഴുതാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോവുകയാണ്, വാടകയ്ക്ക് എടുത്തതാണ്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് പാർട്ടിയുമായിട്ട് ബന്ധമില്ലാന്നാണ്. പഴയ കാലത്തുണ്ടായിരിക്കാം, ഇപ്പോൾ ഇല്ല, ഒരു ബന്ധവുമില്ല. ഞങ്ങൾ തരാം കണക്കുകളെ സംബന്ധിച്ച് സ്വകാര്യ വ്യക്തി കൊടുത്തതാണോ, എന്തെങ്കിലും പരസ്യ ഏജൻസിയാണോ, ഞങ്ങളിപ്പോ തരാം, ഏജൻസിയിലെ കരാർ വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ല. കേൾക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ ഭാഗം CM വിത്ത് മീ എന്ന് പറഞ്ഞ സർക്കാരിന്റെ പദ്ധതിയാണ്. മുൻ പ്രതിപക്ഷ നേതാവാണല്ലോ. അതായത് മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പുകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം പറയാനും അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വൃന്ദമുള്ള ഒരു പദ്ധതിയാണ്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്തതാണ്. അത് പരസ്യമല്ല. അത് ആ പദ്ധതിയാണ് 20 കോടിയുടെ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ഇത് പ്രചരണത്തിന് വേണ്ടി CM വിത്ത് മീ ഇല്ല. സർക്കാർ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന മുഖ്യമന്ത്രിയോട് സംസാരിക്കാവുന്ന ഒരു പദ്ധതിയാണ്. അത് കൂടെ അങ്ങ് കൂട്ടിച്ചേർത്ത് പറഞ്ഞതുകൊണ്ടാണ്. മറ്റു കാര്യങ്ങൾ രേഖകൾ പുറത്തു വന്നാലേ അത് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ 9 വർഷമായിട്ട് CM വിത്ത് മീ ഇല്ലായിരുന്നോ? എവിടെ പോയിരുന്നു? ദുബായി പോയാ? വിദേശത്തായിരുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് CM വിത്ത് മീ ഇല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി CM വിത്ത് മീ വന്നിരിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റപ്പോഴാണ് CM വിത്ത് മീ കണ്ടത്. അപ്പൊ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ ഇത് അറിയാൻ നിർബൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി പാവം കിപ്പിയെ പിടിച്ച് 20 കോടി റോഡ് ഉണ്ടാക്കേണ്ട, പാലം ഉണ്ടാക്കേണ്ട പണമാണെന്നാ പറഞ്ഞേ. അത് വെച്ച് ചെലവഴിക്കും. ഇതെന്ത് മര്യാദയാണിത്? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്. ഇതിനെല്ലാം മറുപടി ഞങ്ങൾ പറയിക്കും. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വഴിവിട്ട് ക്രമക്കേട് കാണിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കും. സംശയമൊന്നും വേണ്ട. ഇത് ജനങ്ങളുടെ പണമാണ്. CPM-ന് വേണ്ടി ദൂർത്തടിക്കുകയാണ്. PRD ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന BKG സെന്ററിലാണ്. ഏതെങ്കിലും കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അവിടുന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂൾ അനുസരിച്ചാണ് എല്ലാ ദിവസവും പരസ്യം കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു മര്യാദ വേണം. സർക്കാരിന്റെ പരസ്യമൊക്കെ വരും. ഒരു പരിപാടിക്ക് ഒരു പരസ്യം കൊടുക്കുന്ന തെറ്റൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൂടെ തെറ്റൊന്നുമില്ല. രാജ്യത്തൊട്ടാകെ ഹോർഡിങ്ങുകൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന PRD-യെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് അവസാനിപ്പിക്കണം. ഞങ്ങൾ ശക്തമായി തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സീരിയലുകളിലൊക്കെ സ്വതന്ത്രമായിട്ട് ഇറങ്ങുന്ന അഭിപ്രായം പറയുന്നതിൽ ഈ പ്രതിപക്ഷത്തിന് അങ്ങനെ അസ്വസ്ഥത ഒന്നുണ്ട്. അല്ല, ഞങ്ങൾ പല സീരിയലും ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സീരിയൽ ഇന്ന് കെ സി വേണുപോലെ പറഞ്ഞു. അദ്ദേഹം 10 മണി 10:30 കഴിഞ്ഞിട്ടല്ലേ സീരിയലിന്റെ പേരെന്താ, ഒരു സീരിയൽ കാണുമായിരുന്നു. ഇപ്പൊ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക, പോറ്റിയെ കയറ്റിയ പോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്കിതൊക്കെ മനസ്സിലാവും. പ്രശസ്ത സിനിമാ താരങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ്. എത്ര കൊടുത്തു എന്നറിഞ്ഞാൽ മതി ഇനി അവർക്കൊക്കെ.